ഈ അയ്യപ്പപ്പണിക്കർ സാറിൻ്റെ ഒരു കവിതയുണ്ട്. വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് അല്ലേ പിളരാതിരിക്കാൻ എനിക്കാവതില്ലല്ലോ എന്ന് പറയേണ്ടി വരും. അത് കേരള കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് ചൊല്ലുകളും ഒക്കെ ഉണ്ട്. കെ എം മാണി പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. സുന്ദരിയായ ഒരു സ്ത്രീയാണ്, അവളുടെ പിന്നാലെ പലരും വരും. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കേരള കോൺഗ്രസ് ഒരു ക്ഷയിച്ച ഒരു മട്ടിലേക്കാണോ പോകുന്നത്? ജോസ് കെ മാണി തൃശങ്കുവിൽ നിൽക്കുകയല്ലേ? കേരള കോൺഗ്രസിന് പൂക്കാതിരിക്കാനാവില്ല. പൂത്ത് കഴിയുമ്പോൾ ഒന്ന് ഉലയുമല്ലോ, പൂത്തുലയും. ഉലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നതാണ് അവസ്ഥ. ഇപ്പോൾ ഭൈമി കാമുകർ അനേകമാണ്. കേരള കോൺഗ്രസിനെ നിലനിർത്താൻ CPM-ഉം കൂടെ കൂട്ടാൻ കോൺഗ്രസും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരും ഒന്നും വിട്ടു പറയുന്നതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും വൈകി വരുന്ന വിവരങ്ങളനുസരിച്ച് ജോസ് കെ മാണിയുടെ പാളയത്തിൽ ചെറിയ പടയുണ്ട് എന്ന മട്ടിലാണ് വാർത്തകൾ. 5 MLA-മാരാണ് കേരള കോൺഗ്രസിൻ്റെതായി ഇപ്പോഴുള്ളത്. ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അവിടെ മന്ത്രിയായ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, അതാണൊന്ന്. കാഞ്ഞിരപ്പള്ളി MLA ഉണ്ട്. വാഴൂർ MLA ജയരാജ് ഉണ്ട്. കാഞ്ഞിരപ്പള്ളി. പിന്നെ ഇപ്പോൾ ഇതാ ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ, അതുപോലെ പൂഞ്ഞാറിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഇവരെല്ലാം തന്നെ കേരള കോൺഗ്രസ്. റാന്നി MLA പ്രമോദ് നാരായണനും കേരളയുടെ കൂടെ തന്നെയാണ്. അപ്പൊ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ചേരുന്ന ഒരു കുറുമുന്നണിയിലേക്ക് നീങ്ങുകയാണോ? മറുപക്ഷത്ത് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും അതുപോലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കിലും ജോസ് കെ മാണിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ UDF-ലേക്ക് വരാനാണ് ആ തീരുമാനമെങ്കിൽ അങ്ങനെ ജയരാജ് കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലി സ്പ്ലിറ്റ് ഇൻ ഒപ്പീനിയൻ, അത് സ്പ്ലിറ്റ് എന്നുള്ളതല്ല, ഒരു അഭിപ്രായത്തിൽ ഒരു ഏകോപനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭത്തിൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ ജോസ് കെ മാണിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഡൽഹിയിലായിരുന്നു, പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ റോഷി അഗസ്റ്റിൻ മന്ത്രി പങ്കെടുത്തു. അദ്ദേഹം പിന്നീട് പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടരും എന്ന ഒരു ഹാർട്ടിൻ്റെ ചിഹ്നവും, തുടരും. എന്നിട്ട് LDF നേതാക്കളോടൊപ്പം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം കൈപൊക്കി നിൽക്കുന്ന ഒരു ഐക്യത്തിൻ്റെ പ്രതീകമായ ഒരു പടം. അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിൻ തുടരും എന്നാണോ, കേരള കോൺഗ്രസ് മൊത്തത്തിൽ തുടരുമെന്നാണോ ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ച് കാര്യമായ മൂന്നാം പിണറായി സർക്കാർ തുടരുമോ? മൂന്നാം പിണറായി സർക്കാർ അപ്പോൾ തുടരും എന്നതിന് പല വ്യാഖ്യാനങ്ങളും വന്നു. അതേ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ കൂലങ്കഷമായ ചർച്ചകളാണ്. ഇനി കേരള കോൺഗ്രസ് എന്താണ്, ഇനി പിടിച്ചു നിൽക്കാനാവോ? ഇടതുപക്ഷത്തിന് പോയ വാരത്തിലെ LDF യോഗത്തിലും പങ്കെടുത്തില്ല. LDF-ന്റെ യോഗത്തിൽ പങ്കെടുത്തില്ല. പക്ഷെ അതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതായത് മുഖ്യമന്ത്രി വിദേശത്തായിരുന്ന സമയത്ത് ജോസ് കെ മാണി ഇവിടെ ഒരു പരസ്യ പ്രസ്താവന നടത്തി. നിയമസഭ ഉടൻ വിളിച്ചു കൂട്ടണം, വന്യജീവികൾ പ്രശ്നം. ഒരു വിഷയം, കാരണം ഒരു പ്രത്യേക വിഷയം ഇല്ലാതെ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കണം. അത് വന്യജീവി, മലയോര മേഖല, കുടിയേറ്റ മേഖല, റബ്ബർ കർഷകരുടെ തീക്ഷ്ണമായി അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. കിഴക്കൻ മേഖലയിലാണ്, കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഒക്കെ കിഴക്കൻ മേഖലയിലാണ് കേരള കോൺഗ്രസിന് കാര്യമായ പ്രഭാവമുള്ള ഇടുക്കി ജില്ല. ഇതെല്ലാം തന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകത്തിൽ കർഷകർ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുരുമുളക്, ഏലം, റബ്ബർ കർഷകരൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. അപ്പം അവരുടെ താല്പര്യം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രമേ പടിയിറങ്ങാനാവൂ. പടിയിറങ്ങാൻ തയ്യാറായാൽ, പടിയിറങ്ങിയാൽ UDF-ൽ ഇല്ലത്ത് നിന്ന് തിരിച്ചു, അമ്മാത്ത് ഒട്ടെത്തിയിട്ടുമില്ല എന്ന അവസ്ഥ ഉണ്ടാകരുതല്ലോ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വല്പം അസ്വസ്ഥരാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് കേരള കോൺഗ്രസിനെ പടിയടച്ച് പിണ്ടം വെച്ചത് 5 വർഷം മുൻപ്? എന്തിന് ഇടതുപാളയത്തിൽ കേരള കോൺഗ്രസ് ചേരാനുള്ള സാഹചര്യം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയിലെ കോട്ടയം ജില്ലയിലെ ചില നീക്കങ്ങളാണ്. കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റുകൾ വേണം. കുറേ പേരെ തല്ലിപ്പറഞ്ഞ് വിട്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം ലഭിക്കൂ. അതുകൊണ്ട് റെഡ്യൂസ്ഡ് കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് 10 സീറ്റിലാണ് UDF-ൽ മത്സരിച്ച് 2 സീറ്റിൽ ജയിച്ചു. ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യമായ പ്രാതിനിധ്യം മാണി ഗ്രൂപ്പിന് ലഭിച്ചു. 12 സീറ്റിൽ മത്സരിച്ചു. ഇപ്പോൾ ഒരു പക്ഷേ 13 സീറ്റ് കൊടുക്കാൻ LDF തയ്യാറാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള ഒരു സീറ്റ് അലോട്ട്മെൻറ്റ് കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ലഭിച്ചു എന്നത് LDF-ൽ നിന്നുകൊണ്ട് ലഭിച്ചു.
അതുകൊണ്ട് ആ കാരണം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് തങ്ങളെ അവഗണിക്കുന്നു, LDF അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറാനാവില്ല. അപ്പോൾ ന്യായമായ കാരണം കണ്ടെത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേഖലാ ജാഥകൾ വരുന്നു. മധ്യമേഖല, കേരള കോൺഗ്രസിന് തട്ടകമടങ്ങുന്ന എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴയ്ക്ക് മധ്യമേഖലയാണ്. മധ്യമേഖല ജാഥ ക്യാപ്റ്റനായി നിർണയിച്ചത് ജോസ് കെ മാണിയാണ്. അദ്ദേഹം അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല, അബ്സ്കൗണ്ടിങ്, അല്ലെങ്കിൽ വിദേശത്താണ്, അല്ലെങ്കിൽ ഡൽഹിയിലാണ്. പക്ഷേ ഡൽഹിയിൽ നിരന്തരമായി സോണിയാഗാന്ധിയുമായി അടുപ്പമുണ്ട്. സോണിയാഗാന്ധി വിളിക്കുന്ന കേന്ദ്ര വിരുദ്ധ സമരങ്ങളിലെല്ലാം തന്നെ സോണിയയോടൊപ്പം തന്നെ, കോൺഗ്രസ് നേതാക്കളോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ജോസ് കെ മാണി ഉണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയിൽ രണ്ട് വിഭാഗങ്ങളുള്ളത്. ഡൽഹിയിൽ ചിലപ്പോൾ ഇന്ത്യ മുന്നണിയിൽ മാണി വിഭാഗം ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തെളിയിച്ച ജോസ് കെ മാണി എടുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് വിമുഖതയില്ല എങ്കിലും കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ സീറ്റ് മോഹിക്കുന്ന പലരുമുണ്ട്, കണ്ണുവെച്ച സീറ്റുകൾ. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഈ VD സതീശന് ബിഷപ്പ് നേതാക്കന്മാരും ഒക്കെ അധ്യക്ഷന്മാരുമായിട്ടൊക്കെ കാണുകയുണ്ടായി. കാക്കനാട് ബിഷപ്സ് കോൺക്ലേവ്, അതായത് സിനഡ്, കത്തോലിക്ക സഭയുടെ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകുന്ന സിറോ മലബാർ സഭയുടെ സിനഡ് യോഗം നടക്കുന്ന ഇടത്ത് സാധാരണഗതിയിൽ നേതാക്കൾ ആരും പോകാറില്ല. പോയാൽ അവരെ സ്വീകരിക്കാറുമില്ല, കാണാറുമില്ല. ബിഷപ്സ് എല്ലാം അണ്ടർ വൺ റൂഫ്, 51ഓളം ബിഷപ്പ്മാർ അണ്ടർ വൺ റൂഫ് കൂടുന്ന സ്ഥലം. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം ബിഷപ്പ്മാരോടൊപ്പം VD സതീശൻ ചെലവഴിച്ചു. ഇനി നോക്കൂ, കേരള കോൺഗ്രസിൻ്റെ ശക്തിയുടെ ഒരു ഭാഗം വരുന്നത് ആശീർവാദത്തിലൂടെയാണ്. ബിഷപ്പുമാരുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക മെത്രാന്മാരുടെ ഒരു ആശീർവാദം, അനുഗ്രഹം ഉണ്ട്. ആ അനുഗ്രഹം മൊത്തമായിട്ട് ഒരു പാർട്ടിക്ക് നൽകുന്നതല്ല, മൊത്തം ഒരു സംവിധാനത്തിന് നൽകുന്ന അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ബിഷപ്പുമാരും തമ്മിൽ സംസാരിച്ചിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഒരിക്കൽ പോലും സതീശനാകട്ടെ ബിഷപ്പുമാരാകട്ടെ അത് വെളിയിൽ പറയില്ല. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ UDF മുന്നണി പ്രവേശ സാധ്യതകൾ ഒരുപക്ഷെ ഒരു ചിതറി നിൽക്കുന്ന UDF ക്രിസ്ത്യൻ ആഭിമുഖ്യമുള്ള UDF വോട്ടുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫേസുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യകത, അത് ചിതറിപ്പോകാതിരിക്കുന്നതിന് ഒരുപക്ഷെ അടുത്ത ഭരണം UDF ആയിരിക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ട വിലപേശൽ, വേണ്ട സ്ഥാനങ്ങൾ, അത് കേരള കോൺഗ്രസിലൂടെയും ഒക്കെ ചോദിക്കുന്ന, സഭ ചോദിക്കുന്ന ചില കാര്യങ്ങൾ സ്ഥാപനങ്ങൾ അനുവദിക്കുക എന്നതാവാം, മറ്റു പല കാര്യങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള സ്വാധീനം നിലനിർത്താൻ UDFിന് പിന്നിൽ അണിനിരക്കാനാണ് തീരുമാനമെങ്കിൽ പരസ്യമായിട്ട് പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ അതാണ് ചിന്ത എന്നിപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ, പല കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ സതീശൻ സംസാരിച്ചത് എന്ത്? അതേസമയം കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം കട്ടക്കെതിർക്കുന്നു. എന്തിന് PJ ജോസഫ് എന്ന കേരള കോൺഗ്രസ് നേതാവ്, യഥാർത്ഥ കേരള കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. കട്ടക്കെതിർക്കണം. കാരണം അവരുടെ സ്പേസ് നഷ്ടപ്പെടും. അവർക്ക് സ്പേസ് 10 സീറ്റിൽ മത്സരിച്ചു. ഇനിയിപ്പോൾ 4 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിൽ 10 സീറ്റ് എന്തായാലും ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫിന് ലഭിക്കില്ല എന്നത് കട്ടായം പറയാം. മണി ഗ്രൂപ്പിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ മൊത്തം പരമാവധി ഇവർക്ക് രണ്ടും കൂടെ ചേർന്ന് മത്സരിക്കാൻ ലഭിക്കും 12-13 സീറ്റുകളായിരിക്കാം. അത്രയും സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ പല സ്ഥാനമോഹികളും, നിയമസഭാ മത്സരാർത്ഥികൾ പലരും കട്ടയും പടവും മടക്കി വീട്ടിലിരിക്കേണ്ട. ജോസ് കെ മാണിക്ക് ഒരു സ്പേസ് ആയിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലം കൂടി വേണം. അതൊരു ഫോർമുലയാണ്. ജോസ് കെ മാണിക്ക് മത്സരിച്ച് ജയിക്കാവുന്ന കേരളത്തിലെ പ്രധാന മണ്ഡലം പാലാ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് KM മാണി വിട്ടുകൊടുക്കത്തില്ല. മാണി സി കാപ്പൻ വിട്ടുകൊടുക്കും ഒറ്റ കണ്ടീഷനിൽ. അതാണ് ലേറ്റസ്റ്റ് വാർത്ത. അതായത് മാണി സി കാപ്പന് പാലായിൽ നിന്നും മാറി ജോസ് കെ മാണിയെ UDF കാൻഡിഡേറ്റായി പാലായിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ മുസ്ലിം ലീഗിന്റെ ഒരു സുരക്ഷിത, ഒരു പക്ഷേ തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലം, ആ ഒരു ഫോർമുല വെച്ചുമാറൽ ജയസാധ്യതയുള്ള UDFിന് മുസ്ലിം ലീഗിന് കൂടി, കാരണം കോൺഗ്രസ് പറഞ്ഞാൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ്, മുസ്ലിം ലീഗിന് കൃത്യമായി ഒരു മണ്ഡലത്തെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിജയിപ്പിച്ചെടുക്കാനുള്ള സംഘടനാ സംവിധാനമുണ്ട്. അത് മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഉള്ള ചില ഭാഗങ്ങളിൽ മാത്രമാണ്. അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം ഭദ്രം. അങ്ങനെ വന്നാൽ UDFിലേക്ക് കടന്നു വരുന്ന ഒരു റിബൽ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ UDFിലേക്ക് കടന്നു വരുന്ന KM മാണി പുത്രന്, ജോസ് കെ മാണിക്ക് മത്സരം ജയിക്കാൻ പാലാ സുരക്ഷിതമാണ്. കൃത്യമായി UDF മത്സരത്തിൽ ജയിച്ചു വന്നാൽ ഒരു മന്ത്രിയാണ്. അപ്പോൾ MP ആയി ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി രാജ്യസഭയിൽ 2030 വരെ എന്തോ അദ്ദേഹത്തിന് തുടരാം. അതെ, അപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അത് തുടരാൻ എപ്പോഴും സാധിക്കും. ഇതല്ല എങ്കിൽ ഒരുപക്ഷെ രാജ്യസഭ UDF ആണ് വിജയിക്കുന്നതെങ്കിൽ മന്ത്രിസ്ഥാനം രാജ്യസഭയിലേക്ക് ഒഴിവ് വരും. ഒഴിവ് വന്നാൽ UDF ജയിക്കുകയാണ് തീർച്ചയായിട്ടും ആ സീറ്റിലേക്ക് ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. UDF നോമിനിയെ
തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഒരുപക്ഷെ ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാനും ഒരുപക്ഷെ ജോസ് കെ മാണി മടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശാലമായ മുസ്ലിം ലീഗ് കൂടി ഇടപെടുന്ന ഒരു ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കേരളത്തിൽ മാത്രം തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് മുന്നണിയിൽ ഇത് വെച്ചിട്ടില്ല. അതുകൊണ്ട് മുന്നണി യോഗം ഇനി അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന മുന്നണി യോഗത്തിൽ 16-ാം തീയതി നടക്കുന്ന UDF മുന്നണി യോഗത്തിൽ ഒരുപക്ഷെ ഇതേക്കുറിച്ചുള്ള സംസാരം ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. എന്ത് വന്നാലും ഒന്നുകിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പൂർണ്ണമായി UDFിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു വിഭാഗം പിളർന്ന് LDFിൽ തുടരും. ഒരു വിഭാഗം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം MLA-മാരും നേതാക്കളും ഉൾപ്പെടെ ഒരു വിഭാഗം UDFിലേക്ക് വരും. അപ്പോഴും പൂർണ്ണമായി കേരള കോൺഗ്രസ് LDF വിട്ടു പോകും എന്ന ചിന്ത ഇപ്പോഴില്ല. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് റോഷി അഗസ്റ്റിൻ മാറുമോ ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഡെസ്പറേറ്റായി LDFിന് ഒരു ക്രിസ്ത്യൻ പാർട്ടി, ഒരു ക്രിസ്ത്യൻ മേഖലയിൽ വേരോട്ടമുള്ള പ്രാദേശിക പാർട്ടിയുടെ സാമീപ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് തങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്ന് പറയാൻ ഒരുപക്ഷെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എല്ലാം ചേർന്ന ഒരു വിഭാഗം പിന്നെ മുന്നിട്ടിറങ്ങുമോ അവിടെയും. കാരണം പിളർപ്പ് എന്നത് 14 പ്രാവശ്യമാണ് പിളരുകയും യോജിക്കുകയും ചെയ്തത്. പിളർപ്പ് കേരള കോൺഗ്രസിന്റെ വളർച്ചയുടെ ജൈവികമായ ഒരു ഏട് തന്നെയാണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നും അല്ല, ഒരു അത്ഭുതവുമില്ല. കേരള കോൺഗ്രസിൽ എത്ര പിളർപ്പുകളും എത്ര യോജിപ്പുകളും മാണി, ജോസഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നേതാക്കൾ മാറി ചവിട്ടിയാൽ അതിലൊന്നും സദാചാര വിരുദ്ധതയൊന്നും ആരും ആരോപിക്കില്ല എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.